Hey everyone, welcome back. Today I'm taking you a journey from Almaty to the beautiful Sati village. ഇവിടെ കസാക്കിസ്ഥാനിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടില്ലെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന കെയിൻഡി ലേക്ക്. So get ready for some amazing views. A closer look at this hidden gem of Kazakhstan. ഈ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കാണ് കെയിൻഡി ലേക്ക്. ഇതുണ്ടായിട്ടുള്ളത് ഭൂമികുലുക്കത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് ടിയാൻഷാൻ മൗണ്ടെയ്ൻസിലെ മലയിടുക്കിലൂടെ ലൈംസ്റ്റോൺ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് 1911 ഈ കാണുന്ന ലേക്ക് ഇവിടെ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളമൊക്കെ അവിടെ നിന്ന് കെട്ടി നിന്നതായിരിക്കണം. ഇനി അഥവാ ഭൂമിക്കുള്ളിൽ നിന്ന് ഉറവെടുത്ത് വന്നാണോ എന്താണെന്നറിയില്ല. ഇതിൻ്റെ യാത്രാ വിവരങ്ങളിലോട്ട് പോകാം. വെളുപ്പിന് രാവിലെ 7 മണിക്കാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡ് അസീസ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6:30 ആകുമ്പോഴേക്കും റെഡി ആവണം. പക്ഷേങ്കിൽ ഞങ്ങൾ റെഡി ആയപ്പോഴേക്കും 7:30 ആയി. ലഗേജസ് എല്ലാം ബാഗിലിട്ടോട്ട് ഈ ആൽമാട്ടി സിറ്റിയിൽ നിന്നും സാത്തി വില്ലേജിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മളിവിടെ ഗ്യാസ് സ്റ്റേഷനിലൊന്ന് ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വാങ്ങിക്കാന്ന് കരുതുന്നു. ഇവിടെ സ്നാക്സ് ഓൾമോസ്റ്റ് 300 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് സാത്തി വില്ലേജിലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെയിൻ സ്നാക്സ് കാര്യങ്ങൾ ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ് അസീസ. ഷീസ് എ വണ്ടർഫുൾ ലേഡി. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇവർക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല ഈ നാട്ടിൽ. ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡാണ്. അപ്പോൾ എനിക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിൽ നിന്നായിരുന്നു. ഇവർക്ക് കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ മലേഷ്യ, ഫിലിപ്പീൻ, യൂറോപ്യൻസ് ഇവരൊക്കെയാണ് കൂടുതൽ. പിന്നെ അറബ്സും. സോ ഇവിടുത്തെ കഥകളൊക്കെ കേട്ട് നമുക്ക് പോവാം ഈ നാടിൻ്റെ ചരിത്രങ്ങളിലൂടെ. Descendant of Genghis Khan. Actually, he lived in 13th century. Yes. Yeah. The grave of his sons. Like one oldest son, his grave is a nearby Kursai in Kyrgyzstan, and the next one here in Kazakhstan. 13ാം നൂറ്റാണ്ടിൽ നമ്മുടെ ലോകത്തെ വിറപ്പിച്ചിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെ നാട്ടിലൂടെയാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിയാനുള്ള ത്വര കൊണ്ട് ഞാൻ അസീസയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അസീസ അവരുടെ മക്കളുടെ ഗ്രേവ് യാർഡുകളൊക്കെ ഈ പോകുന്ന വഴിക്കുണ്ട്, ഈ റൂട്ടിലാണ്, ചിലത് കിർഗിസ്ഥാനിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്നത്തെ കാര്യങ്ങൾ, ഹിസ്റ്ററി, അവരുടെ ഡിസെൻഡൻ്റ് ജീവിക്കുന്നത് ഇവിടെ, ഇപ്പോഴും ആ ഒരു ഫാമിലിയെക്കുറിച്ച് എല്ലാം സംസാരിച്ചുകൊണ്ട് ചരിത്രം നമ്മൾ മുമ്പിലൂടെ കാണുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിങ്ങിലാട്ടോ ഈ ഡ്രൈവ്. അതേസമയം തന്നെ റോഡിൻ്റെ സൈഡിൽ പീച്ച് തോട്ടങ്ങളും മറ്റും കാണുന്നുണ്ട്. നല്ലൊരു അടിപൊളി യാത്രയാണിത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോവുകയാണെങ്കിൽ 4 hours സ്ട്രൈറ്റ് ചൈന ബോർഡറിലോട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റ് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാത്തി വില്ലേജിലോട്ട് പോകുന്നത്. So our Sati village also 4 hours. Yes, but it doesn't go that side. Okay. So, Okay. The Silk Road, right? Yeah. Okay. So is this a new road to the China? The road Yes, you see that. yeah. This is the ancient road, the Sati village. so Actually the Silk closer Road. to that part. ആക്ച്വലി ഈ റോഡ് സിൽക്ക് റൂട്ടാണ്. അതായത് പഴയ സിൽക്ക് റൂട്ടിനെ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചൈനയിലോട്ടൊരു പുതിയ റോഡ് വന്നിട്ടുണ്ട്. പിന്നെ സാത്തി വില്ലേജ് എന്ന് പറയുന്നത് ശരിക്കും ചൈന സൈഡിലല്ല, കിർഗിസ്ഥാൻ ബോർഡർ സൈഡിലോട്ടാണ്. ആ കാണുന്ന മൗണ്ടെയിന് അപ്പുറമാണ് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. Almaty means apples. The origin of apple is from Almaty, right? It was the name Alma Ata. It means grandfather of the apples. ചില ജനറൽ നോളജ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആപ്പിളിൻ്റെ ജന്മദേശം അമേരിക്കയാണ്. പക്ഷെങ്കിൽ സത്യത്തിൽ ആപ്പിളിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് അൽമാറ്റിയാണ്. ഈ അൽമാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽമ അത്ത എന്ന 2 വേർഡ്, അതായത് ഗ്രാൻഡ് ഫാദർ ഓഫ് ആപ്പിൾസ് എന്ന വേർഡിൽ നിന്നാണ് അൽമാറ്റി എന്നിട്ടുള്ള ഈ സിറ്റി ഫോം ചെയ്തിട്ടുള്ളത് തന്നെ. അത്രയും ആപ്പിൾ തോട്ടങ്ങളും പീച്ച് തോട്ടങ്ങളൂടെയാണ് നമ്മുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ, ഗ്രേവ് യാർഡ്സ്.
പ്രത്യേക ഭംഗിയിൽ, അതായത് ഓരോ ഖബർസ്ഥാൻ്റെ മേലും ഓരോ മിനാരങ്ങൾ, അവരുടെ ഓരോ ഫാമിലിയും ഓരോ സെക്ടറിലാക്കിയിട്ടാണ് ഇവിടെ ഖബർ അടക്കുന്നത്. അതായത് ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാം ഒരു സൈഡ്, അങ്ങനെ ഓരോ ഫാമിലിക്കും പ്രത്യേകം ഖബർസ്ഥാനുകളിവിടെ ഉണ്ട്. നമ്മൾ സ്വിച്ച് ചെയ്യാണ്. സ്ട്രൈറ്റ് ചൈന, റൈറ്റ്? സ്ട്രൈറ്റ് ചൈന ആൻഡ് റൈറ്റ് കിർഗിസ്ഥാൻ. Yes. So this is the Silk Road, the ancient road. സിൽക്ക് റൂട്ട്, ചൈനയുടെ പഴയ യൂറോപ്പിനെ ചൈനയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിൽക്ക് റൂട്ടിലൂടെ നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് ജോർജിയ വീഡിയോയിലും നമ്മൾ സിൽക്ക് റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സിൽക്ക് റൂട്ട് ഇതില് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് യൂസ് ചെയ്യുന്ന റോഡാണ്. ഓക്കെ, ഇത്രയ്ക്കും പഴയ റൂട്ട്. Here is the Uyghur region. It's another nation. They have their own language. They have their own culture. What's the name? Uyghur. Uyghur. Yes, Uyghur. Uyghur people. You know the yurt making people, right? The yurt, the tent making. No, Kazakhs are also, Kazakhs. Then what about this? What's their specialty? yeah. So before ancient times, it was like kind of kingdom, Kazakh kingdom, but it was also old, really old nation. Uyghurs. They come from, they had a land in China, but 1860s. നമ്മുടെ ഗൈഡ് പറയുന്നത് ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ഒഴുഗൂർ പീപ്പിൾ, ഈ ഒഴുഗൂർ പീപ്പിള് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷനാണ്. ഇവിടെ ഓൾമോസ്റ്റ് 100,000-ഓളം ആളുകൾ ഇപ്പോൾ ഈ ഏരിയയിലാണ് താമസിക്കുന്നത്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഓർ ഒഴുഗൂർ പീപ്പിൾ താമസിക്കുന്നത് ഈ ഏരിയയിലാണ്. So what language they speak? Uyghur language. It is like little bits. ഇവരുടെ കൾച്ചർ ഖസാക്കികളുടെ കൾച്ചറൊന്നും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഒരു മെയിൻ സ്ട്രീറ്റ്, അവരുടെ മാർക്കറ്റ് പോകുന്ന വഴിയിലുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Now, every day in the morning, they wake up maybe around 5-6 in the morning, and like to greeting, it's a tradition. So to greeting the new day, to greeting the sun, they every day open their doors. Oh, so can we visit their home? Oh, I'm not sure. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉയ്ഗൂർ പീപ്പിൾ താമസിക്കുന്ന ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ജനത ആതിഥേയ മര്യാദ വളരെ നന്നായിട്ട് കാണിക്കുന്നവരാണ്. രാവിലെ വെളുപ്പിന് എണീറ്റ് 5 മണിക്ക് തന്നെ അവരുടെ ഗേറ്റ്, ഡോർ ഇതെല്ലാം ഓപ്പൺ ആക്കി വെക്കും. ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനും അവർക്ക് സമ്പത്ത്, സമൃദ്ധി ഇതെല്ലാം ഇതിലൂടെ ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. You mean the Kazakhs are always closing and the Uyghurs opening their door? It's because of their mind, right? I don't know, but this is the Yeah, local bazaar. their culture made like them to be open to all people. Yeah. ഇനിയുസാത്തി വില്ലേജിലോട്ട് 200 കിലോമീറ്റർ കിടക്കുന്നുണ്ട്. 100 കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ലാസ്റ്റ് സ്ട്രീറ്റ്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്നാക്സോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. നല്ല ഷക്ലി കബാബ് കിട്ടുന്ന പ്ലേസും കൂടിയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഫാമിൽ അവരുണ്ടാക്കുന്ന സംഭവങ്ങൾ ഇവിടെ വന്ന് സെയിൽ ചെയ്യാണ്. ആ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുന്നപ്പോൾ ഇതേപോലെ തുറസ്സായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന പുൽമേടുകൾ, 2 ഭാഗത്തും ഈ ഗ്രാസ് ലാൻഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് ഹോഴ്സസിനെ കാണുന്നുണ്ട്. അവിടെ മേഞ്ഞ് നടക്കുകയാണ് ആ പുല്ലിലൂടെ. ഇതിപ്പോൾ ഒരു ഉണങ്ങി വരണ്ട ഒരു സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇതുപോലെ. ഇവർ പറയുന്നു നല്ല സ്പ്രിംഗ് സീസണ് കംപ്ലീറ്റ് ഈ താഴ്വര മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നല്ല ഭംഗിയാണ് ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ. അതുപോലെ തന്നെ ശീതകാലത്ത്, തണുപ്പ് കാലത്ത് ഇവിടെ ഫുൾ സ്നോ കവേർഡായിരിക്കും റോഡ്, കാര്യങ്ങൾ കംപ്ലീറ്റ് മൈനസ് ടെമ്പറേച്ചറിലായിരിക്കും ഈ റോഡ് ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല ഒക്ടോബറിൽ നടക്കുന്ന ഫെസ്റ്റിവൽ
ഫോൾ സീസണിൽ നടക്കുന്ന ആപ്പിൾ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ടാവില്ലേ. ആപ്പിൾ വിനെഗർ, ജാം, വൈൻ, ഇത് എല്ലാ സംഭവങ്ങളും ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ 2 റോഡ് സൈഡിൽ നിറയെ ആളുകൾ അവരുടെ പരമ്പരാഗതപരമായിട്ടുള്ള നൃത്തരൂപങ്ങളും മറ്റും എല്ലാം വെച്ച് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ നിറയെ ടൂറിസ്റ്റുകൾ കൊണ്ട് നിറയുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. Chonjo is the king of Kazakh or the China? No, it's Jungar. Jungar warrior. Jungar war നടന്ന ഒരു സ്ഥലമാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So people started to call that place the place where Chonjo was killed. Okay. And after that place called Chonjo. There is all spelling is like chun chun chun. We heard like this, chun chun sound more. Because we are not aware of your language. From Kazakh is Chonjo. Okay. Kazakh and There is a sign Kagan yes. region. Yeah. Okay. You see, the Black Panther is the sign of Kagan, and the warrior of Kazakhstan. This is actually should be. See the cloud? Oh, Remy, cloud is touching the ground. ഫ്രണ്ടിലോട്ട് നോക്ക്. വീഡിയോയിലൊക്കെ കാണാറില്ലേ? ക്ലൗഡ്സിനെ ടച്ച് ചെയ്യുന്നത്. നോക്ക്. വീട്ടിലിരുന്നോ? ഓ. Koshkalnas, welcome. Oh, Koshkalnas means welcome. Welcome to all. There is The sign Sadi. Aula Altan Vesagam. Okay. It means my hometown, my golden lullaby. Oh. Small village. Oh. See. ഇതൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. കാട് മൂടി കിടക്കാണ്, പക്ഷെ അതിനകത്തൊക്കെ ആളുകളുണ്ട്. കണ്ടാൽ ആരും ഇല്ല തോന്നുന്നു, ആരും കാണുന്നില്ല പുറത്ത്. ചിലയിടത്തൊക്കെ ആളുകളുണ്ട്. ഈ കാണുന്ന ഖസാക്കിസ്ഥാൻ രാജ്യത്ത് ആകെയുള്ളത് 20 മില്യൺ പീപ്പിളാണ്. അതായത് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ആകെ 20 ദശലക്ഷം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ആളുകളൊന്നും പുറത്ത്. ഇപ്പോൾ നമ്മൾ ഈ ത്രൂ ഔട്ട് യാത്രയിൽ അങ്ങനെ റഷൊന്നും റോഡില്ല. അതേപോലെ തന്നെ ഈ ഒരു ഗ്രാമമാണെങ്കിലും വളരെ കുറവ് ആളുകളും കുറച്ച് വീടുകളും. അതുതന്നെ എല്ലാവരും കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളെയും. ഈ റോഡ് സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആപ്രിക്കോട്ട്സ് ആണ്. ഏറ്റവും കൂടുതൽ ആപ്രിക്കോട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് കസാഖിസ്ഥാൻ. നമ്മൾ വാങ്ങിച്ച ആപ്രിക്കോട്ട് കഴിക്കാല്ലേ? എല്ലായിടത്തും മൊത്തം ആപ്രിക്കോട്ടും ആപ്പിളും അല്ലേ? ഈ ഹോഴ്സ് റൈഡ് എമി ചോദിക്കുന്നത് ഈ ഹോഴ്സിന്റെ മേലെ കയറി ഓടിയാ പോരെന്ന്. എമി വാണ്ട് ടു ടേക്ക് ദിസ് ഹോഴ്സ് ടു റൈഡ്. He's asking, can we ride that horse?
Ask your auntie. Amy? Yeah. So we'll be in 25 minutes at Ayanda. City, this is very beautiful. Not city. Yeah. So even we're coming closer to the Kursai Lake, there becomes more green. Yes. Because in Tarin region there is more dry weather there. There's honey also. Oh, honey. Honey? That is clever. ഉറങ്ങിപ്പോയി. അതിവിടെ അതിന്റെ ഉള്ളിലുണ്ടല്ലേ, അതിനകത്ത് ബാക്കിലുണ്ട്, അതിന്റെ ഇടയിലൂടെ ഇതാ അതി എല്ലായിടത്തും ഹണി ഉണ്ടല്ലോ. സോ വി ക്യാൻ ബൈ ഹണി ഫ്രം ഹിയർ, റൈറ്റ്? Yes. Oh, There's one guy also on, yes, of course. So in these mountains, there is a guy. He has big farms in the mountains. So he have a lot of types of the honey. So some like bombs. can we visit today? After visiting Tomorrow. only tomorrow. Today Because not. today no, we don't have time. Oh. Mara told me he's waiting us 10:30. We're coming late for 1 hour. Okay. This Still, the nomadic life is going here, right? No, these are mostly for touristic. Tourist Because ones. Oh. Okay. So that one is the that real one, nomad, right? that one, I'm not sure, but sometimes people are seeing. It's like they're mostly now using for summer. Okay. So this is because of the grass. They're building the yurt here and staying around 3 months here. So how many hours they need to build your? How many hours they need to? Hours? Yeah. No, it depends because now it's like more easier. So maybe if there are 2-3 people, maybe a couple hours would be enough. അങ്ങനെ ഗൈസ് നമ്മുടെ സാത്തി വില്ലേജിലെ എൻട്രി ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാസ് ലാൻഡിൻ്റെ കളർ കണ്ടില്ലേ, ലഷ് ഗ്രീനായിട്ടുണ്ട്. ഇതുവരെ ഒരു ഉണങ്ങിയ ഗ്രാസ് ആയിരുന്നു, ഇപ്പോഴാണ് കുറച്ച് ജീവനുള്ള ഗ്രാസൊക്കെ. നമ്മുടെ ആ യാത്രാ ക്ഷീണം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ വരുന്ന റൂട്ടെല്ലാം. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബസ് അൽമാറ്റിയിൽ നിന്നും വരുന്നതാണ്. ആളുകൾ 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങോട്ട് 2 ഡേയ്സിനാണ് വന്നിട്ടുള്ളത്. നോർമലി ആളുകൾ ഇവിടെ ജസ്റ്റ് വന്ന് പോവുകയാണ് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു അതിന് പ്രധാന കാരണം ഇത്രയും അടിപൊളിയായ സ്ഥലത്ത് നിൽക്കാണ്ടേ പോകുന്നത്. അവർ 3 ഡേയ്സിനുള്ള പാക്കേജ് എടുത്തിട്ടാണ് കസാഖിസ്ഥാനിൽ വരുന്നത്. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് അയ്യോ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം. അതുകൊണ്ട് തന്നെ പാക്കേജ് എടുക്കാണ്ട് 10 ഡേയ്സിനുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. Oh my God. Mashallah, first time I'm seeing that like this. Mashallah, Subhanallah. See, okay, heavy rain okya, what like waterfall? Oh my God, ഇവിടെല്ല അവിടെ പെയ്യുന്നുണ്ട് ആ മൗണ്ടനില്. Oh Allah, see, ഇത് ക്ലിയർ ആയിട്ട് കാണുന്നത്, ഭയങ്കര ക്ലിയർലി അല്ലേ. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാ നമ്മളൊക്കെ. ദില്ലിയില് കുറച്ച് പശുവിനെയും കുതിരക്കുട്ടീനെയും കണ്ടാല് ഞാൻ ഹാപ്പിയായി. ഈ വെള്ളത്തിന്റെ കളർ പച്ചയാണല്ലോ, ചേറിന്റെ കളർ. നമ്മള് ഫോട്ടോസിൽ കണ്ടിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ. അല്ല എല്ലാ പ്ലാനും പുളിയോ, പക്ഷെങ്കില് ഈ മഴ കണ്ടതിന്റെ സന്തോഷായി. സെമിട്രി എന്തിനേക്കും ഇവരെന്തൊരു പ്രത്യേകത ഉണ്ടോ? അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിൽ എത്തി മക്കളെ. സാത്തി വില്ലേജിൽ നല്ല റോഡാണ്, ചെത്ത് റബ്ബറൈസ്ഡ് റോഡാണ് ഇവിടെ. So it's gonna be bumpy. This is Marat. അവരുടെ ഹസ്ബൻഡ് കാർ. ഇത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ? Does he have any other customer? Yes. Oh, they are also waiting for us? Yes. Oh my God. ഒരു നമ്മള് ബ്രാഗി കഴിഞ്ഞിട്ടുണ്ടാവും. 2 hours ആയിട്ട് നമ്മള് വെയിറ്റ് ചെയ്യണം I അവിടെ. think they're Filipinos.
Just watching. I'm first time riding this road. You first time? This road. Because Okay. usually Oh, yes, I yes. was taking for rent. Oh, yes. The SUVs like So, 4x4. So how's your experience? Tell me your experience. I loved it. You love? So next time also you guide the guests to this road, right? Yes. Definitely. So because there is, Tell your I have husband. to cross the river 2 times. Oh. That's why Marat. Oh, so we are going to cross the river? Yes. By this car? Yes. Oh, that would be great. Because before Marat was afraid for me going along that road. No worries. He's very expert. If you haven't. I was also always asking him, let me go. My message is enough. Hi. Morning. Morning. Пойдем через свой Каспий оплатим. 2 hours ആയിട്ട് ഇവർ നമ്മെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവർ പാർട്ട്നേഴ്സാണ്, മോറോവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഐ ലവ് അൽമാറ്റി ടൂർസ്, അതേപോലെ തന്നെ അസീസയുടെ ഹൈ ട്രാവൽസ്. ഇവർ രണ്ടുപേരുമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ പാസ്, കാര്യങ്ങൾ, സ്റ്റേ, എവറിത്തിങ് ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് us. മഴ നിന്നോ തോന്നുന്നു. അവിടെ എത്തുമ്പോഴേക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രോൺ പറത്തിക്കാം. മഴ പെയ്ത് കഴിഞ്ഞ എല്ലാ പ്ലാനും പൊളിയുമല്ലോ. നമുക്ക് റിവറൊക്കെ ക്രോസ് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക്. ആ ഇടിയ പൊട്ടുന്നുണ്ടല്ലോ. ഈ റോഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നൽ ഉണ്ടായിരിക്കുന്നതല്ല. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മുടെ GPS ഇട്ടൊന്നും വരാൻ പറ്റില്ല. നിങ്ങളിതിൽ റൂട്ട് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നോടാ റെൻ്റ് കാർ എടുക്കുന്നതൊക്കെ. റെൻ്റ് കാർ നോക്കിയിരുന്നു. പക്ഷെങ്കിൽ സീസൺ ആയതുകൊണ്ട് തന്നെ, സമ്മറാണ് ഇവിടുത്തെ മെയിൻ സീസൺ, ഒരു കാറും അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. എന്താണ് ജീവല്ലാണ്ടിരിക്കണേ, ആകെ എക്സൈറ്റഡ് ആയിട്ട് ആ കണ്ണൊക്കെ തള്ളിയിരിക്കാണ്. അതി എണീറ്റല്ലോ. ഓ ഇങ്ങനെ ഡ്രസ്സിലെ കൈസ് കനത്ത ആലിപ്പുഴ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് കണ്ടില്ലേ, ഒരു ക്ലൗഡിൽ നിന്ന് ഭയങ്കര ശക്തമായ മഴ ഇങ്ങനെ വീഴുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കനത്ത മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ. അപ്പോൾ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ആലിപ്പഴം വീഴുന്നത് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് മക്കളെല്ലാം.
highly recommend her for this driving. You can also find it in the ചിറാപ്പുഞ്ചി മഴയത്ത് കസാക്കിസ്ഥാനിൻ മണ്ണിൽ ഞങ്ങൾ ഇതാ എൻജോയ് പണിടുന്നേ. Let's move to our location. 1911 ഒരു ഹ്യൂജ് എർത്ത് ക്വൈക്ക് ഈ റീജിയനിൽ ഉണ്ടായി. അങ്ങനെ അതിന്റെ പരിണിത ഫലമായിട്ട് ഒരു അടിപൊളി ലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ആ ലേക്ക് കാണാനാണ് നമ്മൾ പോകുന്നത്. ഓൾമോസ്റ്റ് 1.5 കിലോമീറ്റർ ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. നല്ല ഡെപ്ത് ഉള്ള ലാൻഡ് സ്ലൈഡ് കൊണ്ട് വന്നിട്ടുള്ള ഒരു ലേക്കാണ്. ലെറ്റ്സ് സീ ഹൗ ദിസ് എന്താല്ലേ അടിപൊളി. അതെ അല്ല നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിലും ഇതിനേക്കാളും ഉണ്ട്. പക്ഷെങ്കില് ഈ ട്രീസ് മണ്ണിന്റെ കളറ് എല്ലാം വേറെ ഉള്ളു. അപ്പൊ തന്നെ ഭംഗി മാറുമല്ലോ നമുക്ക്. അതെ അതേപോലെ കണ്ടില്ല ഇതിന്റെ ലീഫ് കളറ്. പിന്നെ ഇപ്പുറത്തേക്ക് സൈഡിൽ തന്നെ മൗണ്ടൈന്, നമുക്ക് ഒരു ഗ്രാസ് മൗണ്ടൈന്, അതിലിങ്ങനെ പൈൻ ട്രീസ്, വേറെ വ്യൂ ആണ്. എല്ലാത്തിനും ഭംഗിയുണ്ട്. ഓരോന്നിൻ്റെതായ ഭംഗി. ഇത് ഏതാണ് നല്ലത് വെച്ച് പറയാൻ പറ്റില്ല. പക്ഷെങ്കില് നമ്മള് മഴയും കാടും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ഈ റൂട്ട് നോ ഡൗട്ട് യു ക്യാൻ പ്രിഫർ. അതിന്റെ ബസ്സിൽ വന്നൊക്കെ കിട്ടൂല. ഇത് ഒരു എന്താ പറയാ, ഇവർക്ക് മാത്രം അറിയുന്നൊരു ആദ്യം തിരക്കില്ലാത്ത ഭയങ്കര ടൂറിസ്റ്റ് റഷാണ്. അതുകൊണ്ട് ഇതിന്റെ 4x4 വെഹിക്കിൾ ഉണ്ടെങ്കിലും പറ്റുള്ളൂ. ഇതാ ഈ ബസ്സൊക്കെ അല്ല ഈ ബസ് ഇതൊക്കെ യൂസറിന്റെ മറ്റേ ബസ്സാണ്. അടിപൊളി ബസ്സിൽ ഇത് വാന്. പിന്നെ അതെ വലിയ ബസ് വരില്ല. നോർമല് നമ്മള് കുറെ ആളുകൾ ടൂറിസ്റ്റ് പാക്കേജ് എടുക്കുമ്പോ ബസ് എടുക്കാതൊന്നും ഇതിലൂടെ പോവില്ല. അങ്ങനത്തെ ഒരു റോഡാണ്, ബസ്സൊന്നും പോകാൻ പറ്റില്ല. ചെറിയ വാനൊക്കെ ഓക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സിന്റെ പുറത്ത് നമുക്ക് പോവാം. No, there is no rain, but better. I will keep it. Okay. You go. Yeah. Where you sit? Here? Where here? This one seat. No, no. Here? Нет, туда. Пусть подвинется чуть-чуть. Move, move. Huh? Yes, like this. നല്ല പോണ് പിന്നെ ചളി കൊണ്ടല്ലോ പോണ്. മഴ പെയ്തുകൊണ്ട് തന്നെ ഈ ഏരിയ ആകെ ചളി വിളിയായിട്ടുണ്ട്. ഇതിലൂടെ നടന്നു പോവാന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അത്രയ്ക്കും ചരിവായിട്ടാണ് ഈ ഒരു പ്ലേസുകൾ. പിന്നെ മടിയാണ്, കാലൊക്കെ താഴ്ന്നു പോകും.
ട്രക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. ഈ കുതിരയ്ക്ക് കുറച്ച് കൊടുത്താലും ഇതിൽ യാത്ര ചെയ്യുന്നത് നല്ലത്. ഞങ്ങൾ 2 പേരിരിക്കുന്നത് നല്ല കുറച്ച് ടൈറ്റ് കൂടുതലാണ്. കുട്ടികളെ, ചെറിയ മക്കളെ തനിയെ ഇരുത്താൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് തന്നെ ഇരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ചരിവും അങ്ങനെ സ്ലോപ്പ്, കുത്തനായിട്ടുള്ള ഇറക്കും കയറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു മാറ്റം വരുത്താനുണ്ട്. കാണുന്നില്ലല്ലോ ഫേസ്. Sit right. Adi, horse. Adi baby, ഇഷ്ടായോ? ഹോഴ്സ് ഇഷ്ടായോ? അടിപൊളിയാ? കേൾക്കണില്ല, ഉറക്കനെ പറ. ബേബിക്ക് ഇഷ്ടായോ? ഇവിടെ നോക്ക്, ഇഷ്ടായോ? കേൾക്കണില്ല. ഇല്ല, നേരെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര ഇറക്കാണ്. ഇല്ല അമ്മി, അയ്യോ, വലിയൊരു ഇറക്കാണ് വരുന്നത്. ഭയങ്കര സ്ലോപ്പാണ്. ബാക്കിലോട്ട് നമ്മൾ കുറച്ച് ചരിഞ്ഞിരിക്കണം. ഹോൾസ് വീണല്ലോ. ഇല്ല, അല്ലാഹു രക്ഷിക്കും. പക്ഷെ ഇവിടെ വേഗം നീറ്റാണ്ട് വേറെ സൈഡിലേക്ക് മാറി നിൽക്കൊക്കെ അധികം ഓഫ് ചവിട്ടും. ഞങ്ങളെ ഹോപ്പ് ക്ലിപ്പ് ആവുണ്ടല്ലോ. ഹലോ, എത്തി. ഞാൻ ഇതിമ്മ നിക്കാണ്. Sit right. Okay. Nice. Okay. Are you okay? Me? Okay? Kele. Sit right. ഇങ്ങനെ ചാടിക്കുന്നു. ഗ്രീൻ റോക്സ് നമ്മുടെ നാട്ടില് സ്റ്റെപ്സ് ഉള്ളതാണ്. ശരിക്കും അവിടെ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നടക്കാന്നേ ഉള്ളൂ. നടന്നു തന്നെ നമുക്ക്. Raspberries. It's wild raspberries, right? Yes. Yes. Smell it. Yeah. Is this? Okay. Raspberries, Wow. It's very original, അല്ലേ? This is so sweet. ഷോപ്പ് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നല്ല സോഫ്റ്റ് ആണ്, സ്വീറ്റ്. മറ്റൊരു പുളി ഉണ്ടാവാറുണ്ടല്ലോ, അടക്കണ്ട്. ഇതിന്റെ തൈ കൊണ്ടേ കുഴിച്ചിട്ടാറുണ്ടാവുമോ?
ഇവിടുത്തെ ക്ലൈമറ്റ് മണ്ണൊക്കെ വേണമല്ലോ അല്ലേ? July strawberries here. Also wild സ്ട്രോബെറി? ഓ, തൊടട്ടെ. ലേക്ക് തൊടാനോ? അതറിയൂല. തൊടാം. ഓക്കെ, സ്ലോലി സ്ലോലി സ്ലോലി. എന്റെ കൈ wash ചെയ്ത് ആ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സർക്കിളിൽ ലൈനുണ്ട്. വേവ് ഫോം ചെയ്യണത്, സർക്കുലർ വേവ്. ലോഡ്ക്കുണ്ട്. ഓ, ഞങ്ങൾക്ക് സ്ട്രോബെറി ഇട്ടല്ലോ, വൈൽഡ് സ്ട്രോബെറി. പിന്നെ എനിക്ക് ഇനി കുറേ വേണമെന്ന്. ആ, ആന്റി പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പറ്റില്ല. ഗോ ഗോ ഗോ, മോൺ മോൺ, വി നീഡ് ടു ഗോ നെക്സ്റ്റ് ലൊക്കേഷൻ. യേ, സീ. നമ്മ സെറ്റ് 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 സെറ്റ്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. ഇതൊരു ഇതൊക്കെ എമ്മി സംഭവം കാണിച്ചില്ല. ഇതൊക്കെ ഇതെന്താണെന്നറിയോ? ഇത് ജങ്കാറല്ലത്, അതില് ബോട്ടാണത്, പണ്ടത്തെ ബോട്ട്. ആളുകൾ മുന്നിട്ടേ Oh my God. അതൊക്കെ ഓടും കേട്ടോ, വലിച്ചാല് വലിക്കണ്ട. അത് ഇതിന്റെ ബാക്കിൽ പോയിക്കുന്നു. എന്തിനാ ഇതെന്താ ഇളകണ്? സൗണ്ട് എങ്ങനെ? പക്ഷെ നമ്മളുടെ ഓർത്ത് വീണ് ആണോ? ഇങ്ങനെ ആണോ? അത് പേടിച്ചോ? ഹോഴ്സ് എന്താ പറ്റിയത്? വീണോ? വീഴാൻ പോയി? എന്നിട്ട് ആദ്യം പേടിച്ചോ? ഇല്ല, സത്യം പറ, കുറച്ച് പേടിച്ചോ? ഇല്ല. അത് സ്ലീപ്പ്. അതെ, ഇവിടെ മഴ പെയ്തിട്ട് ഹോഴ്സ്
ആദി ആദി നമ്മളിത് പോയിട്ട് ഡേഞ്ചറസ് മുറുക്കി പിടിച്ച മുറുക്കി പിടിക്കട്ടോ പിടിക്കണില്ലേ ചോട്ടി ഇല്ലല്ല കുറച്ചു നേരം കേട്ടോ അങ്ങനെ കുറേ നേരത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ജേണി ആയിരുന്നു ഇത്. ഹോഴ്സ് റൈഡിങ് മക്കൾ ഇവിടെ വന്ന മുതൽ തുടങ്ങിയതാണ്. കസാക്കിസ്ഥാൻ എന്ന ഹോഴ്സിൻ്റെ ലാൻഡിലെ ഹോഴ്സിൻ്റെ പുറത്ത് പോകണം. ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ ഹോഴ്സിൻ്റെ മുട്ട് വരെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിവർ ക്രോസിങ് ഹോഴ്സ് പുറത്തൊക്കെ ചെയ്യുന്നത് പ്രത്യേക സ്റ്റൈലാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണിപ്പോൾ. ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ടാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മുടെ ലഗേജൊക്കെ ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് കൊൽസായ് ലേക്കിലേട്ടാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്തുള്ളൊരു പ്രത്യേകത കാണിച്ചു തരാം. അങ്ങ് റൈറ്റ് ഭാഗത്ത് ഇതാ നോക്കിക്കോളൂ, ഖബർസ്ഥാനാണ് കാണുന്നത്. ഇത്രയും അടിപൊളിയായ താഴ്വരയിലാണ് ഈ ആളുകൾ ഇവിടെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും കാട്ടുമുക്കിലോ മറ്റോ അല്ല ഇവിടെ കിടത്തിയിട്ടുള്ളത്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്താണ്. ഇവിടെ എവിടെയും നമുക്ക് ഖബർസ്ഥാൻ കാണാൻ പറ്റുക. ഖബർസ്ഥാൻ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഗസ്റ്റ് ഹൗസ്. ഈ ഗസ്റ്റ് ഹൗസ് നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ആ വീട്ടുകാരുടെ ഈ നാട്ടുകാരുടെ കൾച്ചർ, ട്രഡീഷൻ, കാര്യങ്ങൾ, ഫുഡ് ഒക്കെ നമുക്ക് ലോക്കലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത്രയും ദിവസം ഹോട്ടലിൽ നിന്ന് കൊടുത്ത് നമുക്ക് ഇനി ഇവരുടെ കൂടെ ഒന്ന് ഒരു ദിവസം താമസിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇത് വാഷ് ചെയ്തോ? താഴെ വീഴ്ത്തല്ല. ഇന്ന് രാത്രി ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാഗേജസ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചു. ഇനി നമ്മൾ നേരെ മാറത്തിൻ്റെ കൂടെ കോൾസായ് ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.